എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ, ഇന്നത്തെ റെസിപ്പി ഒരു കിടു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദോശ ടോസ്റ്റ് ആണ് കേട്ടോ. ഇതെന്താ ദോശ ടോസ്റ്റ് എന്ന് വിചാരിക്കേണ്ട, ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഉപയോഗിച്ചാൽ. അതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കടുക് നന്നായി പൊട്ടുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായി പൊട്ടട്ടെ. ഇനി 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇതിനെ സോട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ക്യാരറ്റോ ബീൻസോ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ വളരെ തിന്നായിട്ട് വേണം ചോപ്പ് ചെയ്യാനായിട്ട്. ഇത് അധികം നേരം സോട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഇനി ദോശമാവിലേക്ക് ഇടാം. 1 കപ്പ് ദോശമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് തിന്നും ആവരുത് ദോശമാവ്, ഒരുപാട് തിക്കും ആവരുത് കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ വേണം എന്നറിയുന്നുള്ളവർക്ക് കുറച്ചും കൂടി എരിവും മസാലയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മസാല കൂടുതൽ വേണ്ടവരെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്കിതിനെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ ടോസ്റ്റ് ചെയ്യാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുമാതിരി ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഇരുന്നോട്ടെ കേട്ടോ, അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഈ ബാറ്ററിലേക്ക് ഞാൻ ഹാഫ് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ബ്രെഡ് വേണമെങ്കിൽ അത് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നീളത്തിലുള്ള സ്ട്രൈപ്സ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ടോസ്റ്റ് ഉപയോഗിക്കാം. കുറച്ച് ഓയിൽ ഞാൻ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഇതിനേക്കാൾ കുറച്ചും കൂടി ആയിട്ടാണ് മറിച്ചിടുന്നതെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതിപ്പോൾ മറിച്ചിട്ട് എന്നേ ഉള്ളൂ. എഗെയിൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം ഒന്ന് ബ്രൗൺ ആവുന്നവരെ മറിച്ചിടും. കണ്ടോ, ഇപ്പോൾ ഇത് നല്ല ഭാഗത്തായിട്ട് ഒരു ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ ടോസ്റ്റിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടു. എന്നിട്ട് 2 സൈഡ് നല്ല ക്രിസ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി, ഈസി. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്ന ഈ ദോശ ടോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.